ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി കണ്ടാലോ. നമുക്കില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കറി നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് ഒരു മടിയും കൂടാതെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പിടി മല്ലിയില തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു കറിക്ക്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള, മീഡിയം വലുപ്പത്തിലൊരു സവാള ഒന്ന് 3-4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി കുറഞ്ഞ് പോകണ്ട കേട്ടോ. ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നുള്ളത് ആ ഒരു രീതിക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കറിവേപ്പില ചേർക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിതാ ഇതുപോലെ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കൂലേ ആ രീതിക്ക് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടെടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാനേ പാടില്ല. വെള്ളം ചേർക്കാതെ ആ ഒരു നമ്മളെ ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുക. എന്നിട്ട് ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്കൊരു നുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇപ്പോൾ ഇതാ കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കടുക് പൊട്ടുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്താൽ ജീരകം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1-2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. വലിയ വറ്റൽമുളകാണെങ്കിൽ നിങ്ങൾ 3 എണ്ണം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1-2 ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ അതും കൂടി ഒന്ന് കളർ മാറി വന്ന ശേഷം നമുക്കിതാ ഇതിലേക്ക് നമ്മൾ ഉള്ളിയും മല്ലിയിലേക്കൊന്ന് ചതച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഒന്ന് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരുപാട് വഴറ്റിയിട്ട് ഇതിൻ്റെ കളർ മാറ്റിയെടുക്കണ്ട കേട്ടോ. സ്മെല്ല് മാത്രം മാറി വന്നാൽ മതി. കളർ മാറ്റിയെടുക്കാനേ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് വരുവേ. ഇനി ഇതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈരൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈര്, നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരാട്ടോ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 കറക്കലൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാനേ പാടില്ല. നമ്മളിത് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാനേ പാടില്ല കേട്ടോ. നമുക്കിത് കറി കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ തൈര് തന്നെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഇതായി ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു മസാല നന്നായിട്ട് വഴന്നിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. കളറ് മാറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 4-5 പച്ചമുളക് നമുക്ക് കീറയൊന്നും ചെയ്യാതെ തന്നെ അങ്ങായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പച്ചമുളക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒരുപാട് വഴന്ന് വരണ്ട, ഒന്ന് ചൂടായിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പച്ചമുളക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കാനേ പാടില്ല. ലോ ഫ്ലെയിമിലാട്ടോ ഈ ഒരു സമയത്തൊക്കെ വെക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയം നമ്മളിതിങ്ങനെ വെക്കാൻ പാടില്ലേ, അടുപ്പത്തോട്ട് വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് വെക്കാം. അപ്പോൾ നല്ല
അടിപൊളിയായിട്ട് ഈ ഒരു പച്ചമുളകിലേക്ക് ഈ തൈരിൻ്റെ ആ പുളിപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുക. അപ്പോൾ നമ്മളിത് ആ 10 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ചോറുണ്ടെങ്കിലും ഇല്ല, ഈ ഒരു കറി മാത്രം മതി കേട്ടോ. നമുക്ക് കുട്ടിക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായാലും ഇത് ഇഷ്ടപ്പെടുകയാണ്. ഒരുപാട് കറികളോ സാധനങ്ങളോ ഒന്നും നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.